ശ്രീജേഷ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുൽപ്പള്ളി ശശിമല ശ്രീ സീതാലവകാശ ക്ഷേത്രത്തെ പറ്റിയാണ്. പ്രവേശിക്കാം. അവിടെ ഏതൊക്കെ ദേവന്മാരാണുള്ളതെന്ന് കാണാം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തൊഴേണ്ട മുനീശ്വരനെയും പിന്നീട് മഹാദേവനെയുമാണ് തൊഴേണ്ടത്. യുടെ മക്കളായി പ്രധാന പ്രതിഷ്ഠയായി ലവകുശന്മാർ ഇവിടെ കുടികൊള്ളുന്നു. അതിനുശേഷം ഉപദേവന്മാരായ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും തൊഴുതു കഴിഞ്ഞ് ഭദ്രയുടെ അടുത്തേക്ക് പോകും. തെക്കേ ഭാഗത്തായി കുടികൊള്ളുന്ന ശ്രീ ഭദ്രകാളിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിപുരാതനമായ ഈ 1968 അതാണ് ഞാനിവിടെ വരുന്നത്. ഓക്കെ. ആ സമയത്ത് ഇവിടെ ഒരു ഇല്ലിത്തുറു എന്ന് പറയുന്ന ഒരു ഇല്ലിക്കാനമായിരുന്നു. ഓക്കെ. ആ ഇല്ലിക്കാനത്തിനടുത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ അപ്പുറത്ത് എടുത്തുകൊണ്ടുപോയി പൂജ നടത്തുന്ന ഒരു ശിലാഫലകം ഉണ്ട്. ഓക്കെ. ആ ശിലാഫലകം കമന്ന് കിടക്കുമായിരുന്നു. അത് പ്രദേശവാസികളായ ഈശ്വര വിശ്വാസികളെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് അതിനെ എടുത്ത് നിവർത്തി നിർത്തി 4 കാലിട്ട് ചപ്പ് അതിന് മുകളിൽ വെച്ച് അവിടെ വിളക്ക് കത്തിച്ച് അങ്ങനെ ആരാധിച്ചു പോകുന്ന ഒരു സ്ഥലമായിരുന്നു. ഓക്കെ. അപ്പം അതിനുശേഷം ജനപങ്കാളിത്തത്തോടു കൂടി ഈ ക്ഷേത്രം ഉണ്ടാക്കണമെന്നും അങ്ങനെ താന്ത്രികമായ പ്രശ്നങ്ങൾ നടത്തുകയും അതിൽ നിന്ന് സീതാദേവിയും ലവകുശന്മാരും ഇവിടെ സാന്നിധ്യമുണ്ടെന്നും മനസ്സിലാക്കി. ഓക്കെ. അതിനുശേഷമാണ് ഇവിടെ നിത്യപൂജയ്ക്കുള്ള സംവിധാനങ്ങൾ പ്രദേശവാസികളായ ഭക്തരുടെ അകമഴിഞ്ഞ ഓരോ ആൾക്കാരും സംഭാവന ചെയ്ത ഒരു പ്രതികൂലമാണ് ഈ കാണുന്നത്. ഓക്കെ. ഓക്കെ. യഥാർത്ഥം പറഞ്ഞാൽ ഇത് ശിശുമലയായിരുന്നു. ആ ശിശുമല ഇപ്പോൾ ശശിമലയായി മാറിയിരിക്കുകയാണ്. ശശിമല, അതായത് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് എന്നാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് അല്ലേ? അതെ. അതായത് ലവകുശന്മാർ കളിച്ചു നടന്ന സ്ഥലം ആയിരുന്നു ഇത് ശിശുമല. സീതാദേവിയുടെ മക്കളായ ലവനും കുശനും കളിച്ചു വളർന്ന ഒരു സ്ഥലമാണ് ഈ ശിശു.